റിയൽ മാഡ്രിഡ് UEFA സൂപ്പർ കപ്പ് സ്വന്തമാക്കി. അറ്റ്ലന്റയ്ക്കെതിരെയായിരുന്നു മത്സരം. 2 ഗോളുകൾക്കാണ് റിയൽ മാഡ്രിഡ് അവരെ പരാജയപ്പെടുത്തിയത്. ഇനി അറിയേണ്ട കാര്യം, വിനി ജൂനിയറും ബെല്ലിങ്ങും കളത്തിലുണ്ടായിരുന്നു. 2024 ബാലൻഡിയോർ പുരസ്കാരത്തിൽ ടോപ്പ് 5 റാങ്കിംഗ് ലിസ്റ്റ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 5-ാം സ്ഥാനത്ത് ലൗട്ടാറോ മാർട്ടിനസും, അതുപോലെ തന്നെ 4-ാം സ്ഥാനത്ത് റിയൽ മാഡ്രിഡിന്റെ ഡിഫൻഡറായിട്ട് ഡാനിയും, അതുപോലെ തന്നെ 3-ാം സ്ഥാനത്ത് ജൂഡ് ബെല്ലിങ്ങും, 2-ാം സ്ഥാനത്ത് വിനി ജൂനിയറും, 1-ാം സ്ഥാനത്ത് സ്പെയിനിന്റെ റോഡ്രിയുമാണ് നിലനിൽക്കുന്നത്. സോ ഈ UEFA സൂപ്പർ കപ്പ് നേടിയ UEFA സൂപ്പർ കപ്പ് ബെല്ലിങ്ങം മികച്ച ഫോമിലാണ്. നല്ല രീതിയിൽ റേറ്റിംഗ് ഉണ്ടായിരുന്നു. 9.1 റേറ്റിംഗും ബെല്ലിങ്ങത്തിനുണ്ടായിരുന്നു. അതുപോലെ തന്നെ വിനി ജൂനിയറും മികച്ച ഫോമിലാണ് UEFA സൂപ്പർ കപ്പിൽ കളിച്ചത്. ഈ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് 2024 ബാലൻഡിയോർ പുരസ്കാരത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കുമോ, അല്ലെങ്കിൽ അവരുടെ റാങ്കിങ്ങിൽ എന്തെങ്കിലും ചലനം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ചാണ് നമുക്ക് അറിയേണ്ട ഒരു കാര്യം. ഈ ഒരു കപ്പ് റിയൽ മാഡ്രിഡ് ഓഗസ്റ്റ് മാസത്തിൽ നേടിക്കഴിഞ്ഞു. ഇനി ഈ ഒരു കപ്പ് എന്തെങ്കിലും മാറ്റം ബാലൻഡിയോർ പുരസ്കാരത്തിന്റെ റാങ്കിംഗ് ലിസ്റ്റ് ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ബാലൻഡിയോർ പുരസ്കാരത്തിന്റെ ടൈം പീരീഡ് നോക്കുന്ന സമയത്ത് കഴിഞ്ഞ വർഷം പ്രീവിയസ് ഇയറിലെ 2023 ഓഗസ്റ്റ് 1 മുതൽ 2024 ജൂലൈ 31 വരെയുള്ളതാണ് ഈ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഈ ടൈം പീരീഡിൽ കപ്പുകൾ നേടുകയാണെങ്കിൽ അതെന്തെങ്കിലും മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. അല്ലാതെ ഈ ഒരു ഓഗസ്റ്റ് മാസം റിയൽ മാഡ്രിഡ് നേടിയ ഈ UEFA സൂപ്പർ കപ്പ് ബെല്ലിങ്ങത്തിൻ്റെയും അതുപോലെ തന്നെ വിനീഷ്യസ് ജൂനിയറിൻ്റെയും എംബാപ്പയുടെയും റാങ്കിങ്ങിൽ ഒരു മാറ്റവും വരുത്താൻ പോകുന്നില്ല. സോ 2024 ബാലൻഡിയോർ പുരസ്കാരത്തിൻ്റെ റാങ്കിങ്ങിൽ ഇപ്പോഴും റോഡ്രി തന്നെയാണ് നിലനിൽക്കുന്നത്. തീർച്ചയായിട്ടും കൂടുതൽ സാധ്യത അദ്ദേഹം തന്നെ നേടാനാണ്. പിന്നെയുള്ള ഡൗട്ട് എന്ന് പറയുന്നത്, റോഡ്രിനേക്കാളും ഫാൻസും അതുപോലെ തന്നെ വോട്ടിംഗ് ഒക്കെ വിനീഷ്യസ് ജൂനിയറിനും അതുപോലെ തന്നെ ബെല്ലിങ്ങത്തിനല്ലേ കൂടാൻ സാധ്യത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമല്ല. കാരണം കുറച്ച് വർഷങ്ങളായി റോഡ്രി ഈ ഒരു പുരസ്കാരത്തിൽ ഒരുപാട് നോട്ടമിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ റോഡ്രിയെ ഒരുപാട് വ്യക്തികൾ നോട്ടമിട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ്. സോ അദ്ദേഹത്തിനായിരിക്കാം കൂടുതൽ വോട്ടിങ്ങും കാര്യങ്ങളും പോയിന്റുകളൊക്കെ വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ 2024 ബാലൻഡിയോർ പുരസ്കാരം റോഡ്രി സ്വന്തമാക്കും എന്നുള്ളതാണ് എനിക്ക് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയാനുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ അവസാനിപ്പിക്കുന്നു. ബൈ, ഇറ്റ്സ് മീ സ്കോറസ് മൈൻഡ്.